നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തമിഴ് സിനിമയിലെ ചില റെക്കോർഡുകളാണ്. റെക്കോർഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് കളക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ പഴയ ഡാറ്റകൾ ഇതിലുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഒരു 10 വർഷത്തെ ഡാറ്റ അല്ലെങ്കിൽ ഒരു 15 വർഷത്തെ ഡാറ്റയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതിന് കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ സിനിമകൾ കാണുന്നത് 100 ദിവസം 200 ദിവസം ദിവസത്തിൻ്റെ കണക്കായിരുന്നു. ഈ കോടികൾ എന്നുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് മാറിയിട്ട് കുറച്ച് ഏകദേശം 10-15 വർഷത്തിന് ശേഷം ഒരു 10 വർഷത്തോളം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കളക്ഷൻ ബേസിലാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 10 വർഷ കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യത്തെ 3 ചിത്രങ്ങളെക്കുറിച്ചാണ്. അതിൽ മൂന്നാമതായി വരുന്നത് ലിയോ ആണ്. ലിയോ നമുക്കറിയാം, കേരളത്തിൽ ഉൾപ്പെടെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വലിയ വിജയമായിരുന്നു. ആ സിനിമയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഉൾപ്പെടെ വലിയ ചരിത്രമാണ് കളക്ഷൻ്റെ കാര്യത്തിൽ ലിയോ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. 2023 റിലീസായ ലിയോ വേൾഡ് വൈഡായി ആകെ നേടിയത് ഏകദേശം 595-600 കോടി രൂപയോളമാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ജയിലറാണ്. ഏകദേശം 2020 അതേ വർഷം തന്നെ, അതായത് ലിയോ ഇറങ്ങിയ അതേ വർഷം തന്നെ റിലീസ് ചെയ്ത ജയിലർ എന്ന സിനിമ, നെൽസൺ ദിലീപ് കുമാറിൻ്റെ ഡയറക്ടർ എന്ന രീതിയിലുള്ള വലിയ തിരിച്ചറിവായിരുന്നു ജയിലർ. അതാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 605 കോടിയോളം രൂപയാണ്. 600 മുതൽ 605 കോടി രൂപയോളമാണ് ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. അതായത് ലിയോയുമായി വലിയ മാറ്റങ്ങളൊന്നുമില്ല. ലിയോയിലേക്കാൾ അല്പം മുന്നിലായിരുന്നു അതിൻ്റെ വിജയം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമ എന്ന ആദ്യത്തെ സ്ഥാനം, അപ്പോൾ നമ്മൾ ലിയോനെ പറഞ്ഞു കഴിഞ്ഞു, ജയിലറിനെ പറഞ്ഞു, ഇത് രണ്ടുമല്ല. ആദ്യത്തെ സ്ഥാനം, ഫസ്റ്റ് സിനിമ, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമ എന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന റെക്കോർഡായി നിൽക്കുന്നത് രജനികാന്ത് നായകനായ 2.0 എന്ന ചിത്രമാണ്. 2018 ഇറങ്ങിയ ഈ സിനിമ വേൾഡ് വൈഡായിട്ട് ഏകദേശം 700 കോടി മുതൽ 800 കോടി രൂപ വരെ നേടിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. ഓർക്കണം, ലിയോയും ജയിലറും ഇറങ്ങിയത് 2023 2.0 ഇറങ്ങിയത് അതിനും 5 വർഷം മുമ്പേ 2018. അപ്പോൾ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളതൊന്ന് റേഷ്യോ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഒരു ടിക്കറ്റ് റേറ്റൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ 2018 ഇറങ്ങിയ 2.0 എത്ര വലിയ വിജയമായനെ. 2018 തന്നെ ആ ചിത്രം ഏതാണ്ട് 700 കോടി മുതൽ 800 കോടി രൂപ വരെ നേടി എന്നുള്ളത് വലിയ അത്ഭുതവുമാണ്, വലിയ ചരിത്രവുമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാറ്റഗറി ഫസ്റ്റ് ഡേ കളക്ഷനെ കുറിച്ചാണ്, ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചാണ്. അതിൽ 3-ാം സ്ഥാനത്തുള്ളത് ഗോട്ടാണ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിജയ് ചിത്രമാണ്. ആ ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡായി നേടിയത് 100.5 കോടി രൂപയാണ്. അതായത് 100,50,00,000 രൂപ. രണ്ടാം സ്ഥാനത്തുള്ളത് 2018 റിലീസ് ചെയ്ത 2.0 എന്ന ചിത്രമാണ്. രജനികാന്ത് നായകനായ ശങ്കർ സംവിധാനം ചെയ്ത 2.0 2018 റിലീസ് ചെയ്ത ഈ ചിത്രം ആദ്യ ദിവസം നേടിയത് 100 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട്. തമിഴ് സിനിമയിൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് 1-ാം സ്ഥാനത്തുള്ളത് ലിയോ ആണ്. ഏകദേശം വേൾഡ് വൈഡായിട്ട് 148 കോടി രൂപ ലിയോ നേടിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കൂലി എന്ന രജനികാന്ത് ചിത്രം അതിൻ്റെ മേലെ പോകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ലിയോ ആണ് 148 കോടി ഫസ്റ്റ് ഡേ കളക്ഷനായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ടുള്ള ചില റെക്കോർഡുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. തമിഴ് സിനിമയിൽ 2022 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം പൊന്നിയിൻ സെൽവനാണ്. ഏതാണ്ട് 500 കോടി രൂപയാണ് പൊന്നിയിൻ സെൽവൻ വേൾഡ് വൈഡായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. 2023 തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ ഉണ്ടാക്കിയത് ജയിലറാണ്. ഏതാണ്ട് 605 കോടി രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് ജയിലർ കളക്ട് ചെയ്തത്. 2024 തമിഴ് സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോട്ട്, വിജയ് നായകനായ ഈ ചിത്രം ഏതാണ്ട് വേൾഡ് വൈഡായി 440 കോടി രൂപ നേടിയിട്ടുണ്ട്. 2025 ഈ സമയം വരെ, അതായത് 2025 ഓഗസ്റ്റ് വരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയ തമിഴ് സിനിമ എന്ന് പറയുന്നത് ഗുഡ് ബാഡ് അഗ്ലി എന്ന തല അജിത്തിൻ്റെ ചിത്രമാണ്. വേൾഡ് വൈഡായി ഏതാണ്ട് 350 കോടി രൂപ ഈ ചിത്രം നേടിയിട്ടുണ്ട്. ഇനി തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിൽ കളക്ഷൻ നേടിയ തമിഴ് ചിത്രം എന്ന് പറയുന്നത് ലിയോ ആണ്.
ഏകദേശം 235 കോടി രൂപയാണ് കോളിവുഡിൽ നിന്നും ലിയോ കളക്ട് ചെയ്തത്. തമിഴ്നാട്ടിലെ ആദ്യത്തെ 100 കോടി ക്ലബിൽ കയറിയ തമിഴ് സിനിമ എന്ന് പറയുന്നത് 2007 ഇറങ്ങിയ രജനികാന്ത് ചിത്രം ശിവാജി ദ ബോസ് ആണ്. തമിഴ്നാട്ടിലെ ആദ്യത്തെ 200 കോടി ക്ലബിൽ കയറിയ ചിത്രം ഉലകനായകൻ കമൽഹാസൻ നായകനായ ദശാവതാരം എന്ന ചിത്രമാണ്. ഏകദേശം 200 കോടി രൂപ കളക്ഷനിൽ കയറിയ ആദ്യ ചിത്രം. US ഏറ്റവും പ്രീ ബുക്കിംഗ് കളക്ഷൻ കിട്ടിയ തമിഴ് ചിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം റിലീസായ കൂലിയാണ്. ഏതാണ്ട് 3 മില്യൺ പ്രീ ബുക്കിംഗ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി US നടന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തമിഴ് സിനിമയുടെ റേഞ്ച് അല്ലേ. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫേവറേറ്റ് സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിൽ കൂടുതൽ വീഡിയോകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം പോകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ കൂടുതലായി നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം.